Hi everybody, VAC, Value Added Courses for Science. Paper name is Framing Values, Literary and Cultural Narratives for Science. So today in this paper, we are going to discuss the chapter Court. When we come to this chapter, it's clear that this is a movie, this is a film. എന്താ മൂവി എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ പിക്ചർ അല്ലേ, ചലിക്കുന്ന ചിത്രമാണല്ലോ ചലച്ചിത്രം. സോ പല ടൈപ്പ് മൂവീസ് ഉണ്ട്, പല കാറ്റഗറിയിലുള്ള ഒത്തിരി മൂവീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. സോ മറാത്തി മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ചൈതന്യ ടംഹാനെയാണ്, നോട്ടബിൾ ഇന്ത്യൻ റൈറ്റർ, പ്രൊഡ്യൂസർ ആൻഡ് സ്ക്രീൻ റൈറ്റർ. സോ ഈ ഒരു മൂവി 2014 റിലീസ് ചെയ്യുന്നത്. ഇനി ഒരു മൂവിക്കകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, അതിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ, ആ ഒരു പിക്ചറാണ് ഈ ഒരു മൂവി നമുക്ക് വരച്ച് കാണിക്കുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ മൂവി. Okay, now let's discuss the movie. First of all, the main story of the film. The film is about Narayan Campbell, an old folk singer and activist in Mumbai. So മുംബൈയിലുള്ള ഒരു ഓൾഡ് ഫോക്ക് സിംഗറിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇത്. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ആൻഡ് ഹീ ഈസ് അറസ്റ്റഡ് ബിക്കോസ് ദ പോലീസ് ക്ലെയിം ദാറ്റ് വൺ ഓഫ് ഹിസ് സോങ്സ് എൻകറേജ്ഡ് എ സീവേജ് വർക്കർ ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ പോലീസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം പാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ട് എന്ന് പറയുന്നത് ഒരു സീവേജ് വർക്കറെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ. സീവേജ് വർക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുണ്ടല്ലോ, ഓടയിലൊക്കെ ജോലി ചെയ്യുന്ന മലിനജലമൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സൂയിസൈഡിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിനെ സൂയിസൈഡിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ്. ദ കേസ് അഗെയിൻസ്റ്റ് ഹിം ബിക്കംസ് ദ ഫോക്കസ് ഓഫ് ദ ഫിലിം. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു കേസും ഈ ഒരു കോർട്ടും ഇയാളുടെ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ ദ കോർട്ട് കേസ്. The court hearings are shown in a very slow and realistic way. വളരെ സ്ലോ ആയിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു കോർട്ട് ഹിയറിംഗ് ഒക്കെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ കേസ് ഡീപ്സ് ഗെറ്റിംഗ് പോസ്റ്റ്പോൺഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓരോ തവണയും കേസ് അങ്ങനെ മാറ്റി നീട്ടി വെക്കുന്നുണ്ട്. ഷോവിങ് ഹൗ ദ ലീഗൽ സിസ്റ്റം വേസ്റ്റ് ടൈം. അപ്പം നമ്മുടെ ഈ ലീഗൽ സിസ്റ്റം സമയത്തിന് എത്രത്തോളം എങ്ങനെയൊക്കെ കളയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ആൻഡ് ദ എവിഡൻസ് പ്രസൻറ്റഡ് ഈസ് ഓഫൺ വീക്ക് ഓർ ഇറലവൻറ്റ്. ഇവിടെ മറ്റൊരു കാര്യം, ഇയാൾക്കെതിരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് അത് വളരെ വീക്കായിട്ടുള്ള, ദുർബലമായിട്ടുള്ള, ഇറലവൻ്റ് ആയിട്ടുള്ള കുറേയധികം എവിഡൻസുകളൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ദ പോലീസ് ബ്രിങ് അപ്പ് തിങ്സ് ലൈക്ക് ക്യാമ്പിൾസ് ബുക്സ് ആൻഡ് റൈറ്റിംഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലിയർ പ്രൂഫ്. ഒരു ക്ലിയർ പ്രൂഫിനൊക്കെ പകരം ഈ പോലീസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള തെളിവെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ ബുക്ക്, ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ഇതൊക്കെയാണ്. ദ ലോയേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ് ലോയേഴ്സായിട്ട് വരുന്നത്? വിനയ് വോര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ദ ഡിഫൻസ് ലോയർ. അദ്ദേഹം ഡിഫൻസ് ലോയറാണ്. ഈസ് എ യങ് മോഡേൺ ആൻഡ് ട്രൈസ് ടു പ്രൊട്ടക്റ്റ് ക്യാമ്പിൾ. അദ്ദേഹമാണ് ക്യാമ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കോർട്ടിൽ വരുന്നത്. അദ്ദേഹം മോഡേൺ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു യങ് ആയിട്ടുള്ളൊരു ഡിഫൻസ് ലോയറാണ്. ആൻഡ് ഹി ബിലീവ്സ് ഇൻ ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ചിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദെൻ നുട്ടാൻ, ദ പബ്ലിക് പ്രോസിക്യൂട്ടർ. അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം സ്ട്രിക്റ്റ് ആണ്, ട്രഡീഷണലാണ്, ആൻഡ് ആർഗ്യൂസ് ദാറ്റ് ക്യാമ്പൽസ് സോങ്സ് ആർ ഡേഞ്ചറസ് ഫോർ സൊസൈറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവയാണ്, ഡേഞ്ചറസ് ആണ് എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ദ ടു ലോയേഴ്സ് പേഴ്സണൽ ലൈഫ്സ് ഷോ ക്ലാസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിഫറൻസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു കോൺട്രാഡിക്ഷൻ, അതല്ലെങ്കിൽ അതൊരു റിയൽ ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ ക്ലാസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകളൊക്കെ കാണാൻ പറ്റും എന്ന് പറയുകയാണ്. ദ ജഡ്ജ്. ദ ജഡ്ജ് ഈസ് ഷോൺ ആസ് ഓർഡിനറി, ബയസ്ഡ് ആൻഡ് നോട്ട് വെരി ഓപ്പൺ മൈൻഡഡ്. അപ്പോൾ ഈ ജഡ്ജിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓർഡിനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള, ഒരു ഓപ്പൺ മൈൻഡഡ് അല്ലാത്ത ഒരാളാണ് ജഡ്ജ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദ കോർട്ട് ഹി ലിവ്സ് എ വെരി നോർമൽ ലൈഫ്. കോർട്ടിന് പുറത്ത് അദ്ദേഹം വളരെയധികം നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഹിസ് ഡിസിഷൻസ് ഇൻസൈഡ് ദ കോർട്ട് ഹാവ് എ ബിഗ് എഫക്റ്റ് ഓൺ അതേഴ്സ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കോടതിക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വലിയ മാറ്റങ്ങൾ പലരിലും വരുത്തുന്നു.
ആൻഡ് ദിസ് ഷോസ് ദാറ്റ് ദ ലീഗൽ സിസ്റ്റം ഈസ് ഷേപ്ഡ് ബൈ ഹ്യൂമൻ പ്രെജുഡൈസസ്. ഇവിടെ ഒരു ജഡ്ജ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു ബയസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഓരോരുത്തരുടെ പക്ഷം നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഒരു ജഡ്ജിന് പറ്റുന്ന സ്വഭാവം ഒരു ഗുഡ് ക്വാളിറ്റി അല്ല. സോ ദിസ് ഷോസ് ദാറ്റ് ദ ലീഗൽ സിസ്റ്റം ഈസ് ഷേപ്ഡ് ബൈ ഹ്യൂമൻ പ്രെജുഡൈസസ്. മനുഷ്യരുടെ പ്രെജുഡൈസസിനനുസരിച്ച് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ആളാവരുത് ഒരിക്കലും ജഡ്ജ് എന്ന് പറയുന്നത്. ആരുടെയും പക്ഷം നിൽക്കുന്ന ഒരാളാവരുത്, ആർക്കും ഒരു ഫേവറിസും കൊടുക്കുന്ന ഒരാളാവരുത്. റിയാലിറ്റി എന്താണോ പ്രൂഫ് എന്താണോ അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റോ പേഴ്സണൽ പ്രെജുഡൈസസോ പേഴ്സണൽ ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ജഡ്ജായിരുന്നു എന്ന് പറയുകയാണ്. ദെൻ നാരായൺ ക്യാമ്പിൾസ് ലൈഫ്. അദ്ദേഹമാണ് പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി, അല്ലെങ്കിൽ മെയിൻ ഹീറോ ഓഫ് ദ സ്റ്റോറി. സോ ഹീ ഈസ് ഓൾഡ്, പുവർ ആൻഡ് ഓൺലി വാണ്ട്സ് ടു സിങ് ആൻഡ് റൈസ് ഹിസ് വോയിസ് ഫോർ വർക്കേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ. അദ്ദേഹം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടിയിരുന്നത് വോയിസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് വർക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ടായിരുന്നു, കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ശബ്ദമായിരുന്നു എന്ന് പറയുകയാണ്. ബട്ട് ദ സിസ്റ്റം ട്രീറ്റ്സ് ഹിം ലൈക്ക് എ ക്രിമിനൽ. പക്ഷേ സിസ്റ്റം അദ്ദേഹത്തിന് ഒരു ക്രിമിനലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഹി ക്വസ്റ്റ്യൻസ് അതോറിറ്റി ആൻഡ് സപ്പോർട്ട്സ് ദ ഒപ്രസ്ഡ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നീ കാരണങ്ങളാൽ സിസ്റ്റം അദ്ദേഹത്തിനെ ഒരു ക്രിമിനലായിട്ട് മുദ്രകുത്തുകയാണ്. ദ ബിഗർ പിക്ചർ. ദ ഫിലിം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വൺ കേസ്. അപ്പോൾ ഈ ഒരു സിനിമ ഈ ഒരു കേസിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജസ്റ്റ് ഒരു സിമ്പൽ പോലെ എടുത്താൽ മതി. ഇറ്റ് ഷോസ് ഹൗ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഈസ് സ്ലോ, ഔട്ട്ഡേറ്റഡ് ആൻഡ് അൺഫെയർ. അപ്പോൾ ഈ ഒരു കേസിലൂടെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൻ്റെ ദയനീയമായ ദുരവസ്ഥയാണ്. അതായത് വളരെ സ്ലോ ആയിട്ടുള്ള, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള ഒരു അവസ്ഥ എടുത്തു കാണിക്കാനാണ് ഈ ഒരു കേസ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. Poor and marginalized people suffer the most because they don't have money or power. പൈസയും അതുപോലെ തന്നെ പവറും ഇത് രണ്ടുമില്ലാത്ത പാവപ്പെട്ട ആൾക്കാർ, മാർജിനലൈസേഷൻ അനുഭവിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ, അവർ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയിലൂടെ വരച്ച് കാണിക്കുന്നു. ഈവൻ ഇറ്റ് ഈസ് ഇൻ കോർട്ടിലാണെങ്കിൽ പോലും. ഈവൻ ഇന്നസെൻറ്റ് പീപ്പിൾ ക്യാൻ സ്പെൻഡ് ഇയേഴ്സ് ഇൻ ജയിൽ വെയിറ്റിംഗ് ഫോർ ദെയർ കേസസ് ടു ഫിനിഷ്. അപ്പോൾ അവർക്ക് അവരുടെ കേസുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുകയാണ്. കാരണം അവരെ സംരക്ഷിക്കാനോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനോ ആരുമില്ല, പൈസയുമില്ല, പവറുമില്ല. ദ എൻഡിങ്. ക്യാമ്പിൾ ഗെറ്റ്സ് ബെയിൽ. അവസാനം ഈ ഒരു സ്റ്റോറിയിൽ ക്യാമ്പിളിന് ജാമ്യം കിട്ടുന്നുണ്ട്. ബട്ട് ഹിസ് സ്ട്രഗിൾ ഈസ് നോട്ട് റിയലി ഓവർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസോ മറ്റു കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ദ ഫിലിം ഡസ് നോട്ട് ഗിവ് എ ഹാപ്പി ഓർ സാഡ് എൻഡിങ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹാപ്പി എൻഡിങ്ങോ അതല്ലെങ്കിൽ ഒരു സാഡ് എൻഡിങ്ങോ ഒന്നും അല്ല. ബട്ട് ഇറ്റ് ലീവ്സ് അസ് തിങ്കിങ് അബൌട്ട് ഹൗ ദ സിസ്റ്റം വർക്ക്സ്. പക്ഷേ ഈ ഒരു സിനിമ കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കൊരു തോട്ട് പാകിയിട്ടാണ് ഈ ഫിലിം. അതായത് ഈ പറഞ്ഞൊരു സിസ്റ്റം, ഈ ഒരു ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു പ്ലൈറ്റ്, ആ ഒരു സംഭവം മനസ്സിലേക്ക് വിതറിയിട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ അൺഫെയർ ആയിട്ടുള്ള, വളരെ പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെയധികം സ്ലോ ആയിട്ടുള്ള, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത്. മാത്രമല്ല അതിൽ പെട്ടുപോകുന്ന ആ ഒരു നെറ്റിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ, കോമൺ മാൻ. അപ്പോൾ പൈസയോ പവറോ ഇല്ലാത്ത, മണി പവറോ പൊളിറ്റിക്കൽ പവറോ ഒന്നും ഇല്ലാത്ത സാധാരണക്കാർ എങ്ങനെ ഇതിൽ പെട്ടുപോകുന്നു, ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നു, അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു അവസ്ഥ എന്താണ്, ആ ഒരു പ്ലൈറ്റ്, അവരുടെ ഒരു ട്രോമാറ്റിക്കൽ സിറ്റുവേഷൻ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വരച്ച് കാണിക്കുന്ന ഒരു കോർട്ട് ഡ്രാമ ആണ് ഈ ഒരു പറയുന്ന മൂവി എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഐ തിങ്ക് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ, താങ്ക് യു.